ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഭയങ്കര കൂടി കിടക്കുന്നത് കൊണ്ട് ഞാനതങ്ങ് മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നതാണ്. പക്ഷെ തലേ ദിവസം രാത്രി മേടിച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് അന്ന് ഷൂട്ട് ചെയ്യാനുള്ള ഒരു മൂഡില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് തട്ടിയിട്ട് വീഡിയോ എടുക്കണ നേരത്ത് വെളിയിലോട്ടേക്ക് ഇറക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഒരു 1 വീക്കല്ല, ഒരു 10 ഡേയ്സിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ മുന്നിട്ട് മന്ത്ലി ബഡ്ജറ്റിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വീക്കിലിയാണ് സാധനങ്ങൾ വാങ്ങിക്കാറുള്ളത്. അതിങ്ങനെ ഒരു വീക്കിലേക്കുള്ള മീൽ പ്രെപ്പ് പ്ലാൻ ചെയ്തിട്ട് അതിന് വേണ്ട സാധനങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾ കടയിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കടയിൽ പോയിട്ട് വാങ്ങിക്കാണ്ടിരിക്കാൻ, അതേപോലെ തന്നെ കൂടുതൽ വാങ്ങിച്ച് വെച്ചിട്ട് വേസ്റ്റേജ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പം ഒരു 10 ദിവസത്തേക്ക് നമുക്ക് എന്താ പറയുക, എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, അതിന് എത്ര രൂപയായി എന്നുള്ളത് കറക്റ്റ് ഞാൻ ആ ബില്ലിൽ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എത്രയായി എന്നുള്ളത്. പിന്നെ നമ്മുടെ ഫാമിലിയിൽ 2 മെമ്പേഴ്സാണ് ഉള്ളത്. അപ്പം 2 മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിക്കായിരിക്കും ഇതിൻ്റെ പൈസയൊക്കെ കൂടുതൽ അങ്ങ് കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഇപ്പം ഏറ്റവും ലാസ്റ്റ് ഞാൻ പറയും ഈ മാസം നമുക്ക് ഈ വീക്കിൽ നമുക്ക് എത്രയായി എന്നുള്ളത്. അപ്പം 2 മെമ്പേഴ്സ് ഉള്ളൊരു ഫാമിലിയിൽ അവർക്ക് ഇതിനെക്കാട്ടിലും കൂടുതൽ പൈസ വരണുണ്ടെങ്കിൽ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് അവർക്ക് അവരുടെ ബഡ്ജറ്റ് ഒന്ന് കുറയ്ക്കാൻ പറ്റും. അതുകൂടാതെ ഞാൻ വാങ്ങിക്കുന്നത് കൂടുതലാണ്, അതായത് 2 പേരടങ്ങുന്ന ഒരു ഫാമിലി കുറച്ച് രൂപയ്ക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാമല്ലോ. പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ സാധനങ്ങളുടെ എണ്ണം കുറച്ചിട്ടൊന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം എത്ര വരുമെന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ആഴ്ചേനേക്കാട്ടിലും കുറച്ചും കൂടെ സാധനങ്ങൾ ഞാൻ കൂടുതലാണ് ഇതിൽ വാങ്ങിച്ചിട്ടുള്ളത്. നമ്മളെല്ലാ ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പച്ചക്കറി മേടിച്ചിട്ടുണ്ട്, നട്ട്സ് മേടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ യോഗേർട്ട് മേടിച്ചിട്ടുണ്ട്, ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ ഒരു 1 kg ഫിഷ് ഇരിക്കുന്നുണ്ട്, 1 kgക്ക് മേലെ ചിക്കൻ ഇരിക്കുന്നുണ്ട്, 1/2 kg ബീഫ്, ഇതെല്ലാം ഉണ്ട്. യൂഷ്വലി നമ്മളിപ്പം ഒരാഴ്ചയിൽ ചിക്കനാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ നമ്മൾ ബീഫ് യൂസ് ആക്കാറില്ല. ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ മാക്സിമം എത്ര വരും എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതെല്ലാം വാങ്ങിച്ചത്. ആ മെനു കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ചിലതിൽ ലഞ്ചും ഡിന്നറും മാത്രമേ ഉള്ളൂ, ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഉണ്ട്. അത് വേറൊന്നുമല്ല, ഏട്ടൻ ഈ പറഞ്ഞ പോലെ മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട്, ഈവനിങ് ഷിഫ്റ്റ് ഉണ്ട്, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഉണ്ടാവുക. ഈവനിങ് ഷിഫ്റ്റും നൈറ്റ് ഷിഫ്റ്റും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലഞ്ചിൽ നിന്നായിരിക്കും. അതായത് ചോറായിരിക്കും നമ്മൾ കഴിക്കുന്നുണ്ടാവുക, ജസ്റ്റ് ഒരു ചായ അല്ലെങ്കിൽ കാപ്പി കുടിച്ചിട്ട്. എന്നിട്ട് പിന്നെ ഏട്ടൻ അതിൻ്റെ ഇടയിലുള്ള ഫുഡ് ഏട്ടൻ ഹോട്ടലിൽ നിന്നായിരിക്കും കഴിക്കുന്നുണ്ടാവുക. ഞാനപ്പം ഒന്നില്ലെങ്കിൽ നമ്മൾ ലഞ്ചിന് ഉണ്ടാക്കുന്ന സാധനം തന്നെ കഴിക്കും, അല്ലെങ്കിൽ മേടിച്ചിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതായിരിക്കും അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് അവിടെ ചിലതിൽ ലഞ്ചും ഡിന്നറും മാത്രമേ ഉള്ളത്. അപ്പോൾ അത് ഓൾറെഡി ഞാനൊരു വീക്കിലി മീൽ പ്ലാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ബുക്കിലാണ് കേട്ടോ എഴുതി വെക്കാറുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ എന്താണെന്നുള്ളത് ഒന്ന് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്തതാണ്. ഇതിലിപ്പം പല ദിവസത്തെയും കറികൾ സെയിം ആയിരിക്കും, അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് കുറച്ച് ദിവസത്തേക്ക് ഈ സംഭവം ലാസ്റ്റ് ചെയ്യാറുണ്ട്. ഇത് ഈ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഈ ലിസ്റ്റുമായിട്ടാണ് കടയിൽ പോണത്. പിന്നെ കഴിഞ്ഞ ആഴ്ച മേടിച്ച നമ്മുടെ മുരിങ്ങയില ആ സംഭവങ്ങളൊന്നും നമ്മൾക്ക് തീർന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മെനുവിൽ ആ മുരിങ്ങയില പരിപ്പ് ഉണ്ട്, പക്ഷെ നമ്മൾ മേടിക്കുമ്പോൾ മുരിങ്ങയില വാങ്ങിക്കുന്നില്ല. അപ്പോൾ അത് ഇതേപോലെ തന്നെ ഈ പൈസ നമ്മൾ ഈ മാസത്തെ ക്യാരി ഫോർവേഡ് ചെയ്യണ പോലെ ചില ഐറ്റംസ് നമ്മൾക്ക് ഈ ആഴ്ച നമ്മൾ മേടിച്ചാലും അത് പച്ചക്കറികളായിക്കോട്ടെ എന്താണ് ആയിക്കോട്ടെ പിറ്റേ ആഴ്ചയിലോട്ടേക്ക് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നുണ്ടാവുക കേട്ടോ. എപ്പോഴും ഞാൻ ആ ഒരു ലിസ്റ്റ് ഉള്ളത് ഇപ്പം ഈ തവണ ഞാൻ എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഞാനത് ഏട്ടന് അയച്ചു കൊടുത്തു. അപ്പോൾ ആ ഫോണിൽ ഞാൻ നോക്കിയിട്ട് ആ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. അഡീഷണൽ ആയിട്ട് ഞാൻ ഒന്നും വാങ്ങിക്കാറില്ല, കാരണം ഒരാഴ്ചയിലോട്ടേക്ക് എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഈവൻ സ്നാക്സിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ ഫ്രൂട്ട്സും നട്ട്സും അങ്ങനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ വാങ്ങിക്കുക. പിന്നെ ഈ ആഴ്ച നമ്മൾക്ക് എക്സ്ട്രാ കുറച്ച് പൈസ വന്നത് ഈ ഒരു സാധനത്തിനായിരുന്നു. നമ്മൾ പരിപ്പ്, മുളക് പൊടി, കറി മസാല, അരിയൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പം 250 ഗ്രാമിൻ്റെയൊക്കെയാണ് ഈ ഒരു മുളക് പൊടിയും കറി മസാലയും വരുന്നത്. നമ്മൾക്കത് ഓൾമോസ്റ്റ് ഒരു 2 മാസത്തിന് മേലെ നിൽക്കും, കാരണം നമ്മൾക്ക് മസാലാസ് കുറവാണ്. അരിയാണെങ്കിലും 2 kg ആണ്, അത് 2 മാസത്തിന് മേലെ നിൽക്കും. ഒരു നേരമല്ലേ നമ്മൾ കഴിക്കണുള്ളൂ. അപ്പം ഈ ബില്ല് നമ്മൾ 10 ദിവസത്തേക്ക് വേണ്ട നമ്മുടെ എല്ലാ ഐറ്റംസും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ്, യോഗേർട്ട്, അതുപോലെ തന്നെ മുട്ട, പിന്നെ വെജിറ്റബിൾസ്, മീറ്റ്, ഫിഷ്, ചിക്കൻ, അങ്ങനെ എല്ലാം കൂടെ നമുക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു 10 ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന എമൗണ്ടാണ് ഇത്. 143.48 ദിർഹംസ് ആണ് ഇത് വരുന്നത്.
പിന്നെ ഇത് ആക്ച്വലി നമ്മൾക്ക് ഈ ആഴ്ച കുറച്ച് കൂടുതലായിരുന്നു. യൂഷ്വലി നമുക്ക് ഒരു 120 അതിന് താഴെയാണ് വരാറുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ആഴ്ച ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമുക്ക് ദുബായിൽ ഒരു രണ്ട് മെമ്പേഴ്സ് അടങ്ങുന്ന ഫാമിലിയിൽ മാക്സിമം നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം രൂപയിൽ നമ്മൾക്ക് ഗ്രോസറി ഐറ്റംസും ഫുഡിൻ്റെ ഇത് ഒതുക്കാൻ പറ്റും എന്ന് ഒരു എന്താ പറയുക, ജസ്റ്റ് ലൈക്ക് എക്സ്പെരിമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് കൊണ്ടാണ് ഈ തവണ നമ്മൾ ബീഫും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ ഉണ്ടെങ്കിൽ ആ ഒരാഴ്ച ചിക്കൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മേ ബി നെക്സ്റ്റ് വീക്ക് ബീഫ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിക്കൻ വാങ്ങിക്കില്ല. അങ്ങനെയാണ്. അപ്പം നമ്മൾക്കിപ്പോൾ എന്തായാലും കോസ്റ്റ് വന്നിട്ടുള്ളത് 143.48 ഇത് എല്ലാ ആഴ്ചയും വരില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് പയറ്, പിന്നെന്താ മഞ്ഞപ്പൊടിയല്ല, മുളക് പൊടി, കറി മസാല, അരി, ഇതെല്ലാം നമുക്ക് ഈ ആഴ്ച വാങ്ങിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് നമുക്ക് 143 ആയിട്ടുള്ളത്. അതിൽ നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഒരു 110 ആ ഒരു റേഞ്ചിലാണ് നമ്മൾക്ക് ആഴ്ചയിൽ വരാറുള്ളത്. അത് ഈ പറഞ്ഞ പോലെ മാറി മറിഞ്ഞൊക്കെ ഇരിക്കും. മാക്സിമം നമുക്ക് വരിക ഇതാ 143. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണ് ഒരു ആഴ്ചയിൽ ഗ്രോസറിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഫിഷ് മീറ്റ് അങ്ങനെ എല്ലാം കൂടെ വാങ്ങിച്ചിട്ട് എത്ര രൂപയാണ് നിങ്ങൾക്ക് വരണേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. 2 പേരുള്ള ഫാമിലിയിൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എനിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ അല്ലാതെ ഞാൻ ആ ലിസ്റ്റും എല്ലാ കാര്യങ്ങളും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ, ഐ മീൻ ഈ 143 നിന്നും കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് സജഷൻസ് കൂടെ പറയാം. അപ്പോൾ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു മന്ത്ലി ബഡ്ജറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ ഇതുപോലെ മീൽ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്ത്, ഇപ്പം തക്കാളി 3 എണ്ണം ആണെങ്കിൽ 3 എണ്ണം അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ട് പോയി നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ അധികം ഒന്നും വാങ്ങിക്കില്ല. കാരണം നമ്മുടെ മൈൻഡിൽ ഓൾറെഡി നമ്മൾക്കൊരു ഐഡിയ ഉണ്ട് നമ്മൾക്ക് എന്താ വാങ്ങിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് മാത്രമേ വാങ്ങിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പൈസ പോലീസ് വണ്ടിയുടെ ഒച്ചേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഇപ്പം ഓൾമോസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാസത്തേക്ക് ഇതുപോലെ ഗ്രോസറിക്ക് വരാം ഏകദേശം ഒരു 500-600 അത് നമുക്ക് കൂട്ടാം. 600 എത്താറില്ല ഇപ്പം ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പം. പക്ഷെ അതിന് മുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു കയ്യും കണക്കുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ ഇന്നിപ്പം നമ്മളിപ്പോൾ ഒരു തേങ്ങ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കടയിൽ പോയിന്ന് വിചാരിച്ചു, ആ തേങ്ങ വാങ്ങിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പ്ലസ് നമ്മൾ കടയിൽ ചെല്ലുമ്പം വേറെ എന്തെങ്കിലും കൂടെ വാങ്ങിക്കും. അത് ചിലപ്പോൾ നമുക്ക് ആക്ച്വലി ആവശ്യം ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾക്ക് ഐഡിയ ഉണ്ടാവും. ഓക്കെ, ഇത്ര ദിവസത്തേക്ക് ഇത്ര സാധനങ്ങളുണ്ട്. പിന്നെ ആവശ്യമില്ലാണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചെയ്തു വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കടയിൽ പോയി ഒഴിവാക്കാം. ഇടയ്ക്കിടയ്ക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മളും ഇടയ്ക്കിടയ്ക്ക് മേടിക്കുന്ന സാധനങ്ങളുടെ അളവും കൂടിക്കൊണ്ടിരിക്കും. പിന്നെ മന്തിൽ നമ്മൾ മേടിക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികളാണല്ലോ. പച്ചക്കറികൾ മന്തിൽ മേടിച്ച് വെക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ബൾക്കായിട്ട് ഇങ്ങനെ വാങ്ങിച്ചു വെക്കുന്നത് അരി പയറുവർഗ്ഗങ്ങളാണ്. ഈ പറഞ്ഞ അരി പയറുവർഗ്ഗങ്ങൾ ഞങ്ങളിപ്പം അരി മേടിച്ചിരിക്കുന്നത് 2 kg ആണ്. നമ്മൾ ഒരു നേരം ചോറ് കഴിക്കുന്നതുകൊണ്ട് 2 മാസത്തിൻ്റെ അടുത്ത് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് മന്ത്ലി അങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടി വരില്ല. വെജിറ്റബിൾസ് വീക്കിലി വാങ്ങിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് കൊണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ, ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ, ഐഡിയ കിട്ടിയോന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ മീൽ പ്ലാനൊക്കെ ഞാൻ നമ്മുടെ ക്യാൻവയിൽ നിന്നൊക്കെ നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്തൊക്കെ ചെയ്യാൻ കുറേ ശ്രമിച്ചു. പക്ഷേ പറ്റണില്ല. ഞാൻ ലാപ്ടോപ്പിൽ വേർഡിലൊക്കെ ടൈപ്പ് ചെയ്യാൻ നോക്കിയിട്ടും എൻ്റെ ലാപ്ടോപ്പിലെ വേർഡൊന്നും അപ്ഡേറ്റ് അല്ലാന്ന് തോന്നുന്നു. അതും എനിക്ക് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ജസ്റ്റ് അതിലൊന്ന് ടൈപ്പ് ചെയ്തിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ വീക്കിലിയിൽ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.